गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ओम श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। ഇവിടെ അഞ്ചാമത്തെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ ബോധിപ്പിക്കേണ്ട ഒരു മുഖ്യ ദിവസമാണ് ഇന്ന്. കാരണം ആ വാക്കിൽ അതടങ്ങിയിട്ടുണ്ട്, പുനഃപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ. മുൻകാലങ്ങളിൽ ഇനി ഒരിക്കലും ഈ പ്രതിഷ്ഠയ്ക്ക് ഇളക്കം വരരുത്, കോട്ടം തട്ടരുത് എന്ന ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കണം പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. കാരണം പ്രതിഷ്ഠ എന്നുള്ള വാക്ക് തന്നെ നല്ലതുപോലെ ഉറപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. നല്ലതുപോലെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇളകാൻ വഴിയില്ല. പിന്നെ അത് ഇളകുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത്രയും വലിയ ഒരു പ്രകമ്പനം അതിനുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പുനഃപ്രതിഷ്ഠ നടത്തേണ്ട ഗതികേട് വന്നത്. അത് തുടങ്ങി അത് പുനഃപ്രതിഷ്ഠ ചെയ്തതിന് ശേഷം അഞ്ചാമത്തെ വർഷം എന്ന് പറയുമ്പോൾ അത് വളരെ ചെറിയൊരു കാലയളവുമാണ്. ഇത് ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഈ പുനഃപ്രതിഷ്ഠ നടക്കുന്ന ഒരു സ്ഥലത്തിൽ നമ്മൾ ചെല്ലാറുണ്ട്. അവിടെ ഇപ്രകാരമുള്ള ഭാഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. എത്രയെത്രയോ ക്ഷേത്രങ്ങളാണ് ഓരോ ഉത്തരായന വേളയിലും പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. ഈ വർഷം ചിന്തിക്കുമ്പോൾ വിചാരിക്കും ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ നടന്നതെന്ന്. വരും കൊല്ലം വിചാരിക്കുമ്പോ അപ്പോ അതിലേറെ ഉണ്ടാവും. അതിന്റെ അർത്ഥം ഒരുപാട് ക്ഷേത്രങ്ങൾ പുനഃപ്രതിഷ്ഠയ്ക്ക് കാരണമായി തീരുന്നു. അപ്പൊ അത്രയും ക്ഷേത്രങ്ങള് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്, കോട്ടം സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ വ്യക്തമാണ്. ഇനിയും അങ്ങനെ തട്ടാതിരിക്കാൻ, ഇളക്കം തട്ടാതിരിക്കാൻ, കോട്ടം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ കൂടിയിരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും ഇളകരുത്, ഒരിക്കലും പുനഃപ്രതിഷ്ഠിക്കേണ്ട ഗതികേട് വരരുത് എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ അത് വീണ്ടും പുനഃപ്രതിഷ്ഠിക്കേണ്ട ഗതി വന്നപ്പോ അപ്പൊ ചിന്തിക്കണ്ടേ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം വരരുത് എന്ന്. അതുകൊണ്ട് പുനഃപ്രതിഷ്ഠിക്കലിന്റെ ചടങ്ങിനും അതിന്റെ വാർഷിക ആഘോഷത്തിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ഇനി ഒരിക്കലും ഈ പ്രതിഷ്ഠയ്ക്ക് ക്ഷയം സംഭവിച്ചുകൂടാ.
അതിനെന്താണ് പോകാൻ വഴി? നമ്മൾ ഉടനെ പോവും, പ്രശ്നക്കാരുടെ അടുത്ത് പോവും അല്ലേ? ഒരിക്കൽ ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാര് കുളത്തൂർ ആശ്രമത്തിൽ ചെന്നു. കോഴിക്കോട് കുളത്തൂർ ആശ്രമത്തില് അവിടുത്തെ ആചാര്യനോട് ചെന്ന് പറഞ്ഞു, സ്വാമിജി, ഞങ്ങള് ഒരു പ്രശ്നം നടത്താൻ പോവുകയാണ് ക്ഷേത്രത്തിൽ. സ്വാമിജിയുടെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു. അപ്പൊ സ്വാമിജി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഒന്ന് കേൾക്കാം. ക്ഷേത്രത്തിന് തീ പിടിച്ചു. അതിന് പ്രശ്നക്കാരെ അന്വേഷിച്ച് നടക്കുകയാണ്. സ്വാമിജി പറഞ്ഞു, ക്ഷേത്രം നിർമ്മിച്ചത് എങ്ങനെയാണ്? ശ്രീകോവില് ഓടല്ല വാർത്തതാണ്. അതിന്റെ മുകളില് ഓട് പതിച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു പണിയാണ് നടന്നിരിക്കുന്നത്. ചുറ്റമ്പലം ഓല മേഞ്ഞതാണ്. ശ്രദ്ധിക്കണേ, ചുറ്റമ്പലം ഓല മേഞ്ഞതാണ്. ഉടനെ ചോദിച്ചു, കുട്ടികളെ വിളക്ക് വെക്കാൻ ഏൽപ്പിച്ചിരുന്നുവോ, വിളക്ക് കൊളുത്താൻ ഏൽപ്പിച്ചിരുന്നുവോ എന്ന് ചോദിച്ചു. ഓ, ഏൽപ്പിച്ചിരുന്നു. അപ്പൊ പിന്നെ സംശയമില്ല, ക്ഷേത്രം തീപിടിക്കാൻ കാരണം എന്താ? ചുറ്റമ്പലം ഓല മേഞ്ഞതാണ്. കുട്ടികളെ വിളക്ക് തെളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ അഗ്നി സമ്പർക്കം ഉണ്ടായാൽ അതിന് പറ്റിയ ഓലയായപ്പോൾ അത് കത്തി. ഇതിന് പരിഹാരം തേടി നിങ്ങൾ പ്രശ്നക്കാരെടുത്ത് പോണ്ട. മനസ്സിലായില്ല? ഏതിനാണ് പ്രശ്നക്കാരെ അന്വേഷിക്കേണ്ടത്? പ്രത്യക്ഷമായിട്ട് കാരണം കണ്ടെത്താൻ കഴിയാത്ത ആ വക പ്രശ്നങ്ങൾക്കാണ് പ്രശ്നക്കാരനെ അന്വേഷിക്കേണ്ടത്. എല്ലാറ്റിനും ഏതിനും ഓടേണ്ട തലമല്ല അത്. അപ്പൊ അവനവൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വന്ന ദോഷത്തെ പരിഹരിക്കാൻ പ്രശ്നക്കാരെടുത്ത് പോയിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ ഒരു കൂട്ടർ എന്താണോ ചെയ്യുന്നത്, മറ്റു കൂട്ടരും അത് തന്നെ ചെയ്യും. ഒരു ഗതാനുഗത സ്വഭാവം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഒരു കൂട്ടർ എന്താ ചെയ്തെച്ചാൽ മറ്റൊരു അതേപോലെ. എത്രയൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ മുഖ്യമായ പരിഹാരം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഇതെല്ലാ മേഖലയിലും. അതുകൊണ്ട് പുനഃപ്രതിഷ്ഠ വാർഷിക ആഘോഷം നടക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് നമ്മൾ ഒന്നായി എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത്? എന്താണ് ഈ ക്ഷേത്രം 5 വർഷം മുമ്പ് ഉണ്ടായ അവസ്ഥയിൽ എത്താൻ കാരണം? ഇനി ആ കാരണം ഇനി ഇതിന് വന്നുകൂടാ. അതെന്ത് പ്രശ്നത്താലാണോ അത് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് ആദ്യമായി പ്രതിഷ്ഠ വാർഷികത്തിൽ നാം ചെയ്യേണ്ട മുഖ്യമായ കർത്തവ്യം. ഇത് ചെയ്യാതെ ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിനാദ്യം എന്ത് വേണം? ചർച്ച നടക്കണമെങ്കിൽ അവിടെ നിങ്ങളും ഞങ്ങളും ഉണ്ടാവരുത്. മനസ്സിലാവേണ്ടത് വിചാരിക്കുന്നു. ഏത് ക്ഷേത്രത്തിലാണോ നിങ്ങളും ഞങ്ങളും ഉണ്ടായത് അവിടെ അടിച്ചു പിരിയും. കേട്ടോത്തോളം ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു വക്കത്താണോ എന്നൊരു സംശയം ഉണ്ട്. ഈ നിങ്ങളും ഞങ്ങളും എന്നുള്ളത് മാറി നമ്മളാവണം. നമ്മൾ. അതിനെന്താ വഴി? അതിനുശേഷമേ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. അതിനെന്താ വഴി? എന്താ വഴി? അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത് ചർച്ചയാം. വേദം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്.
അപ്പോ ഒരു ക്ഷേത്രത്തിലിരുന്ന് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവും ഇല്ല. മറിച്ച് അവിടെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ പോയാൽ പൊതുവെ നടക്കുന്ന ചർച്ച എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് പൊതുവെ ഈ ക്ഷേത്രത്തെ കുറിച്ച് അങ്ങനെ കേൾക്കാറില്ല. ഇവിടെ അത് നമ്മള് ദൃഷ്ടിയിൽ ഇത് ആദ്യമാണ്. പൊതുവെ നാട്ടില് ഈ ഇലക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഉള്ള ഒരു പ്രവണത അത് വല്ലവരും വല്ല മര്യാദയ്ക്കും വല്ല കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ടാവും. അവരുടെ കച്ചവടം മുടക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് അഭിപ്രായം പറയും. അങ്ങനെ അഭിപ്രായത്തിൽ നിന്ന് ഉരുത്തിരിയുന്നത് എന്തായിരിക്കും? ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാൽ അത് ഇല്ലാതാക്കുന്നതായിരിക്കും. അത് ഉരുത്തിരിയൽ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഓവുപാലത്തിന്റെ മുകളില്, വേനൽക്കാണെങ്കിൽ ഓവുപാലത്തിന്റെ അടിയിലും. അതെ, അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നവര് പൊതുവെ പ്രത്യക്ഷമായിട്ട് ഒന്നിനും വരില്ല. പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ. കാരണം മുന്നിലൊന്നും അവർ വന്നിരിക്കില്ല. പൊതുവെ നമ്മൾ മുന്നിൽ വന്നിരിക്കില്ല. കാരണം ഇപ്പോ നമ്മൾ വന്നപ്പോ ശ്രദ്ധിച്ചത് 25 കസേര സ്റ്റൂള് മുന്നിലുണ്ട്. ഇപ്പോഴും കുറച്ച് ബാക്കിയാ. ഇത് തുടങ്ങിയപ്പോ 18 ഉള്ളൂ. ഇവിടെ വെറുതെ ഇരിക്കാൻ വേണ്ടി നോക്കിയതാ. അതുകൊണ്ട് എന്നാലും ഇപ്പോഴും കുറച്ച് ബാക്കി. അത് എവിടെയാ? പിന്നിലല്ല, മുന്നിലാ. കാര്യപ്രസക്തിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത്, ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത്, അറിയേണ്ട വസ്തുതകൾ അറിയേണ്ട സമയത്ത് അതിനെന്തോ ഒരു പുറന്തിഞ്ഞിരിക്കലോ അതിന് പിന്നോട്ട് പോക്കോ ഹിന്ദുവിന്റെ സ്ഥിതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് നാടകോ വല്ല വേറെ വല്ല കലാപരിപാടികളോ ആണെങ്കിൽ നമ്മൾ മുന്നിൽ വന്നിരിക്കും, വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട, നമ്മയൊക്കെ ഒന്നാക്കി ചേർത്ത് നമ്മൾ ഒന്നാണ് എന്ന് ധരിക്കേണ്ട, പലതിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് കഴിയുന്നവരെ ഒന്നിപ്പിച്ച് ചേർക്കുന്ന ചർച്ചയ്ക്ക് എന്ത് പേരിട്ട് വിളിച്ചാലും, പ്രഭാഷണം എന്ന് പേരിട്ട് വിളിച്ചാലും, എന്ത് പറഞ്ഞാലും ശരി, ആ ചർച്ചയ്ക്ക് നമ്മൾ പൊതുവെ അലസരാണ്. ആദ്യം തീർക്കേണ്ടത് എന്താ? ഇങ്ങനെയുള്ള കാര്യത്തിൽ മുന്നോട്ട് വരണം, നമ്മൾ പിന്നോട്ട് പോകരുത്. ഇവിടെ പറഞ്ഞു കേട്ടു ഈശ്വര സമർപ്പണ ഭാവത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളത്. അത് പറഞ്ഞത് വളരെ വിനയത്തോടു കൂടി ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്നും ഊഹിക്കുന്നു. കാരണം പറയുന്ന വാക്കുകൾ തന്നെ വിലയിരുത്തിയാൽ പലതും മനസ്സിലാക്കാൻ പറ്റും. കാരണം പല എതിർപ്പുകളും പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടും ആരെയും അധിക്ഷേപിക്കാതെ, വളരെ മര്യാദയോടുകൂടി എന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു നല്ല സമീപനമാണ്. അത് ശ്രദ്ധിച്ചു. അതേ വിധത്തിൽ തന്നെ എത്ര പ്രാവശ്യം എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഇത് ഭരിക്കുന്നത് ഞാനല്ല, ഭഗവാനാണ് ക്ഷേത്രം ഭരിക്കുന്നത് എന്ന് എപ്പോഴും ഓർമ്മയുള്ള ആളുകൾ വേണം ക്ഷേത്രം ഭരിക്കാൻ. പറഞ്ഞ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആരാണ് ക്ഷേത്ര ഭാരവാഹികളായിരിക്കേണ്ടത്? ക്ഷേത്രം ഭരിക്കുന്നത് ഭഗവാനാണ് എന്ന് എപ്പോഴും ഓർമ്മയുള്ളവരാൽ ഭരിക്കപ്പെടുന്ന ക്ഷേത്രം എന്തെല്ലാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഘട്ടം വന്നാലും അതിനെല്ലാം നിസ്സാരമെന്നോണം തരണം ചെയ്ത് അത് ഉത്തരോത്തരം ഉന്നതിയിലേക്ക് ഉയരുക തന്നെ ചെയ്യും. അവിടെയാണ് മഹോത്സവം എന്ന പേര് യോജിക്കുന്നത്. പുനഃപ്രതിഷ്ഠ മഹോത്സവം, മഹത്തായ ഉത്സവം, മുകളിലേക്കുള്ള ഉയർച്ചയ്ക്ക് പറയുന്ന പേരാണ് ഉത്സവം. അത് ഉയരുക തന്നെ ചെയ്യും. പക്ഷെ ഒന്നേ വേണ്ടൂ, എന്ത്? ഞാൻ പ്രവർത്തിക്കുന്നത് ആരാണ്? എന്തിനു വേണ്ടിയാണ്? ഭഗവാനാണ് വാസ്തവത്തിൽ, ഇതൊരു നിമിത്തമാണ് എന്ന ഭാവം.
അത് എപ്പോഴെങ്കിലും ഒരല്പം ഞാനും എന്റെയും കയറിക്കൂടി കഴിഞ്ഞാൽ വ്യവഹാരത്തിൽ അങ്ങനെ പറയേണ്ടി വരും. പക്ഷെ ഉള്ളില് ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ ആ ദോഷം ക്ഷേത്രത്തെയും ക്ഷേത്രത്തെ ആശ്രയിച്ച് കഴിയുന്ന ആ സമൂഹത്തെയും ബാധിക്കാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത് കമ്മിറ്റിക്കാര് ഒന്നിച്ചിരുന്ന് മീറ്റിംഗ് വിളിച്ച് ചർച്ച ചെയ്ത് കൂടുതൽ ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്യപ്പെടണം. ഇവിടെ അതിമഹത്തായ ഒരു ചടങ്ങാണ്, പ്രഭാഷണത്തിലേറെ ഏറ്റവും മഹത്തായ ഒരു ചടങ്ങ് ഇവിടെ കഴിഞ്ഞു. കാരണം നമ്മളൊക്കെ ഈ പ്രഭാഷണം, മറ്റുള്ളവരെ ഉപദേശിക്കൽ, അതിലൊക്കെ നമ്മൾ ഓരോരുത്തരും കേമന്മാരാണ്. നിങ്ങളെന്നോ ഞാനെന്നോ അല്ല പറഞ്ഞ നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഏതെങ്കിലും ഒന്ന് വളരണമെങ്കിൽ, ഒന്ന് നന്നാവണമെങ്കിൽ ഉപദേശിച്ചിട്ട് പ്രയോജനം ഇല്ല എന്നും അറിയാം. മനസ്സിലാവുണ്ടല്ലോ. മറിച്ച് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. അതിൽ നമ്മൾ പിന്നോട്ടാണ്. പറയേണ്ടതെന്ന് വെച്ചാൽ പറയണം.